ഹായ്, ഗുഡ് മോർണിംഗ്. SV അരുളാണ്. രാവിലെ മതങ്ങൾക്കപ്പുറം മനുഷ്യനായിട്ടുള്ളൊരു വ്യക്തിയുടെ പ്രതികരണം കേൾപ്പിക്കുകയാണ്. കാര്യം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയപ്പോൾ മനുഷ്യർ കൂടുതൽ മതങ്ങളാക്കി മാറ്റാൻ ഇവിടുത്തെ അധികാരമോഹികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് മനുഷ്യന്റെ ദുരിതാവസ്ഥ, അവന്റെ മതങ്ങൾക്കപ്പുറം അവർ ചെന്നുപെട്ട ദുരിത കയത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുമ്പോൾ അവർ മതങ്ങൾക്കപ്പുറം മനുഷ്യനായി പ്രതികരിക്കുന്ന ഒരു പ്രതികരണം നിങ്ങൾ കേൾപ്പിക്കുകയാണ്. എല്ലാ പണിയും തീർന്ന വീട് കണ്ടു, വളരെ സന്തോഷമായി. ഇനിയിപ്പൊ ഞങ്ങൾക്ക് എപ്പോഴാ കിട്ടുക എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എപ്പോഴാ തരും എന്നുള്ള സന്തോഷത്തിലാണ്. പണി ഫുള്ളായി വേഗം നടക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് അതൊക്കെ മനസ്സിലായി വളരെ സന്തോഷപ്പെട്ടു. ആയ വീട് വളരെ സന്തോഷപ്പെട്ടു. വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ സകലതും നഷ്ടപ്പെട്ട് അതിജീവിതയായി മാറിയ ഒരു സ്ത്രീയാണത്. അവർക്ക് അവരുടെ സങ്കല്പത്തിനനുസരിച്ച് ചിതറിപ്പോയ അവരുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ സർക്കാർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സ്വയം സമർപ്പിച്ച് പറഞ്ഞ വാചകമാണ് നിങ്ങൾ കേട്ടത്. ഇതെന്തിനാണ് കേൾപ്പിച്ചു എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും വിശ്വാസ്യതയായിട്ട് മതങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ UDF ആണ്. ഏത് UDF? ഇതുപോലെ വയനാട് ഫണ്ടിന്റെ പേരിൽ ഈ നാട്ടിലെ മനുഷ്യരുടെ പണം പിരിച്ചെടുത്ത് മുക്കിയവർ, കക്കിയവർ, അവർ മഹാന്മാരായി അവരോധിക്കപ്പെടുകയാണ്. മതങ്ങൾ അവരെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ മനുഷ്യന്റെ പണം പോലും പിരിവെടുത്ത് മുക്കുന്നവർ, അവർക്ക് വാഗ്ദാനം കൊടുത്ത് ചെയ്യാത്തവർ, അവർ മാതൃകകളാണ്. അവരെയാണ് ഇവിടുത്തെ ഭരണം ഏൽപ്പിക്കേണ്ടതെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നല്ലതിനോടൊപ്പമാണോ അതോ ഈ നാട്ടിൽ മതങ്ങൾ ആരെയാണ് കൂടുതൽ പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കച്ചവടക്കാരെയാണ്, ഏറ്റവും കൂടുതൽ ഫണ്ട് മുക്കികളെയാണ്. അങ്ങനെയുള്ളവരാണ് ഭരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതത്തിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും ഗുണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വരണം? ഈ ഫണ്ട് മുക്കികളായിട്ടുള്ളവർ വരണം. എന്നാലേ കൈയയഞ്ഞ് മതത്തിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും അവരുടേതായ കച്ചവടങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. ആ കച്ചവടക്കാർക്ക് തൽപര കക്ഷികളായിട്ട് കോൺഗ്രസ് മാറിയതിൽ അത്ഭുതപ്പെടാനില്ല. കേരളത്തിലെ പ്രബലരായിട്ടുള്ള 2 മതവിഭാഗക്കാർ വിചാരിച്ചപ്പോൾ 6ഓളം ജില്ലകളിൽ കൺസോൾട്ടേഷൻ ഉണ്ടാക്കി അവർ അധികാരം പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ഒരു ആനുകൂല്യവും കിട്ടാൻ പോകുന്നില്ല. കാര്യം അതൊന്നും മതം ചോദ്യം ചെയ്യില്ലല്ലോ. അതിനെ സംബന്ധിച്ച് മതങ്ങൾ എന്തെങ്കിലും പരിഭവപ്പെടുമോ? അവർക്ക് കിട്ടേണ്ട ഫണ്ട് അത് അതിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കണം. ചിലപ്പോൾ ഇവിടുത്തെ നാട്ടിൽ ഏതെങ്കിലും ഭൂമി അവരുടേതാക്കി മാറ്റാൻ സർക്കാരിന്റെ സഹായം വേണം. അത് ചെയ്തു കൊടുക്കാം. അതിന് വിട്ടുവീഴ്ച ഉണ്ടാകും. അല്ലെങ്കിൽ മതങ്ങളുടെ കച്ചവടങ്ങൾക്ക്, മതങ്ങളുടെ രാഷ്ട്രീയം വളർത്തലിന്, എല്ലാത്തിലും അവർക്ക് ഒപ്പം നിൽക്കുന്നവരാണ് ആവശ്യം. അതിന്റെ പേരിലാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിപ്പിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഒളിഞ്ഞൊരു ഒരു 2ാം വിമോചന പോരാട്ടം നടക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അർഹതപ്പെട്ട ജനങ്ങളെ ചേർത്ത് പിടിക്കാതിരുന്നു. മനുഷ്യർക്ക് മുടങ്ങാതെ ക്ഷേമ പെൻഷൻ കൊടുത്തു. കേവലം 6 മാസം. അതായത് അത് മുടങ്ങാനുള്ള കാരണം കൂടി നിങ്ങൾക്ക് ആലോചിക്കാവുന്നത്. 10 വർഷത്തിനിടയിൽ 6 മാസം മാത്രമേ മുടങ്ങിയെങ്കിൽ കൊടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? അല്ല. ഈ രാജ്യത്ത് ഒരു നികുതി, അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു നികുതി എന്നുള്ള നിലയ്ക്ക് പെട്ടെന്ന് GST കൊണ്ടുവരുന്നു. കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തിന്റെ ഭൂരിപക്ഷ വരുമാനം കൊണ്ടുപോവുകയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന വരുമാനം ഒരു സുപ്രഭാതത്തിൽ ആ വരുമാനം നേർപകുതിയായി മാറിക്കഴിഞ്ഞാൽ ഇന്നലകളിൽ നിങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് ചെലവാക്കിയിരുന്നത് പോലെ പണം ചെലവാക്കാൻ നിങ്ങൾ കഴിയത്തില്ല. അതേ ഈ നാടിന് സംഭവിച്ചിട്ടുള്ളൂ. ഒരു രാജ്യം ഒരു നികുതി എന്ന പേരിൽ GST കൊണ്ടുവന്ന് ഒരു സംസ്ഥാനത്തിന്റെ ഭൂരിപക്ഷം വരുമാനവും കൊണ്ടുപോയതിനു ശേഷം അത് തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ആവശ്യാനുസരണം വിവിധ ഹെഡ്സുകൾ, അതായത് വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിന് തരാമെന്ന് പറയുമ്പോൾ അതൊന്നും സമയത്ത് തരാതെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്ന സന്ദർഭത്തിൽ ചിലതിൽ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്, യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ തോന്നിവാസം ചെയ്യുന്നവരെ, മതങ്ങളെ കൂട്ടുപിടിച്ച് ഈ നാട്ടിൽ എന്ത് തരം കൊള്ളരുതായ്മകൾ ചെയ്യുന്നവരെയും അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമായിട്ട് വേണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാണാൻ. നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയില്ലെങ്കിൽ, ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ വരാൻ പോകുന്ന അപകടം നിങ്ങൾ ചെറുതായിരിക്കില്ല. കാര്യം ഒരു പുരോഗമന ആശയമുള്ളൊരു രാഷ്ട്രീയ ഉള്ളിടത്തോളം കാലമാണ് ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായി സഞ്ചരിക്കാൻ പറ്റുന്നത്. നിങ്ങൾ മതങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന സർക്കാരുകൾ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കേന്ദ്രം ഭരിക്കുമ്പോൾ കാണുന്നുണ്ട്.
അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ മാനവീയം വീഥി എന്ന തലസ്ഥാനത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏത് സമയത്തും പോയി സ്വതന്ത്രരായിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരിടം സർക്കാർ തന്നെ അല്ലെങ്കിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ തുറന്നു കൊടുത്താണ്. ഇത് ഈ നാട്ടിലെ മതവുമായി സ്വാധീനിക്കപ്പെട്ട ഏതെങ്കിലും ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ചെയ്യും. ഇവിടെ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് അശ്ലീലമാണെന്നും അവർ തമ്മിൽ സംസാരിച്ചാൽ അവിടെ അവിഹിതമാണെന്നും പറയുന്ന മനോഭാവങ്ങൾക്കിടയിൽ പുരോഗമന ആശയത്തിലൂടെ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ്, അവർ ഈക്വലാണ്, സമൂഹത്തിനിടയിൽ ഒരുപോലെ ജീവിക്കേണ്ടവരാണ് എന്നുള്ള നിലയിലേക്ക് ഒരു സംസ്ഥാനത്തെ പരിവർത്തനം നടത്തി വരുന്ന സന്ദർഭത്തിൽ മതങ്ങൾ ഉൾപ്പെടെയുള്ളവരെ നയിക്കുന്ന മനുഷ്യർ, അങ്ങനെ പറയുന്നതാണ് നല്ലത്, ഇതെല്ലാം നയിക്കുന്ന കുറെ മനുഷ്യരാണല്ലോ, അവരുടെ ഉള്ളിലും എന്താണ് മതം പഠിച്ചു എന്ന് കരുതിക്കൊണ്ട് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് ഈ സർക്കാർ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ തണലായിട്ടുള്ളത്, അവരെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് എന്നതിൻ്റെ തെളിവാണ് വയനാട് ചൂരൽമലയിലുള്ള ആ നിവാസികൾക്ക് വേണ്ടി കൽപ്പറ്റയിൽ ഒരുങ്ങുന്ന ടൗൺഷിപ്പ്. ആ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുമ്പോൾ അതിന്റെ പേരിൽ പിരിവെടുത്തവർ ആ പണം കൊണ്ടുപോയി വ്യഭിചാരം വരെ നടത്തിയവന്മാരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആ മതത്തിന്റെ തലപ്പത്തിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഇവർ അധികാരത്തിൽ വന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ചെയ്യില്ല. കാര്യം അനുഭവത്തിലൂടെ രൂപപ്പെട്ട മനുഷ്യന്റെ വിഷമം മനസ്സിലാകുള്ളൂ. ഇവരെല്ലാം മതം തലയ്ക്ക് പിടിച്ച മനുഷ്യരാണ്. ആ മതം തലയ്ക്ക് പിടിച്ച മനുഷ്യരെ സംബന്ധിക്കുന്നിടത്തോളം മനുഷ്യനെ കാണാൻ പറ്റില്ല, ജാതിയെയും മതത്തെയും മാത്രമേ കാണാൻ പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ആ അപകടം വന്നതിന് ശേഷം നിങ്ങൾക്ക് ചിന്തിച്ചാൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നിങ്ങൾ തളയ്ക്കപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.